സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെയും മന്ത്രി രമേശ് ചെന്നിത്തലയുടെയും പ്രതിച്ഛായ തകർക്കാനും ഭരണ നേട്ടങ്ങൾക്ക് കോട്ടമുണ്ടാക്കാനും അർജുൻ ആയങ്കിയെ മറയാക്കി കരുക്കൾ നീക്കിയ പ്രതിപക്ഷ രാഷ്ട്രീയ ശത്രുക്കൾക്ക് കനത്ത പ്രഹരമാണ്. പോലീസിനെയും സർക്കാരിനെയും ഒരുപോലെ വെല്ലുവിളിച്ച് ഒളിവിൽ കഴിഞ്ഞിരുന്ന കുപ്രസിദ്ധ കുറ്റവാളിയെ കണ്ണൂരിൽ വെച്ച് കൃത്യമായ മിന്നൽ പരിശോധനയിലൂടെ പിടികൂടിയതോടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും കേരള പോലീസിന്റെയും ആധിപത്യം വീണ്ടും ഉറപ്പിക്കപ്പെട്ടു. മണിക്കൂറുകളോളം നീണ്ട അത്യന്തം സാഹസികമായ പോലീസ് ഓപ്പറേഷനിലാണ് VPN IP-കളും ഹൈടെക് കുതന്ത്രങ്ങളും പൊളിച്ച് പോലീസുകാർ പുലർച്ചെ 2 മണിയോടെ ആയങ്കി ഒളിച്ചിരുന്ന ഫ്ളാറ്റിന്റെ വാതിൽക്കലേക്ക് എത്തിയത്. അതും ഒരു വനിതാ അഭിഭാഷകയുടെ ഫ്ളാറ്റായിരുന്നു. ഇവിടെയാണ് ഒളിവിലിരിക്കാൻ രഹസ്യ സങ്കേതമായി അർജുൻ ആയങ്കി തെരഞ്ഞെടുത്തത്. ഒളിവിലിരുന്ന് സോഷ്യൽ മീഡിയയിൽ വീരവാദം മുഴക്കിയ പ്രതിക്ക് പോലീസിന്റെ മിന്നൽ നീക്കത്തിൽ പതറേണ്ടി വന്നു. തൃശൂരിൽ നിന്ന് അതിസാഹസികമായി രക്ഷപ്പെട്ട പ്രതിയെ കണ്ണൂരിലെ സ്വന്തം താവളത്തിൽ വെച്ച് തന്നെ തൂക്കിയെടുക്കാൻ പോലീസിന് സാധിച്ചത് നീതിന്യായ സംവിധാനത്തിന് വലിയ ആശ്വാസമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കിയ ഓപ്പറേഷൻ തൂഫാൻ വിജയകരമായി മുന്നേറുമ്പോൾ അതിനെ തളർത്താനും മന്ത്രിയുടെ ഇമേജിൽ കരിനിഴൽ വീഴ്ത്താനും ശ്രമിച്ചവർക്കുള്ള തിരിച്ചടിയാണ് ഈ അറസ്റ്റ്. ആയങ്കിയുടെ ഒളിവ് ജീവിതവും സൈബർ പോരുവിളികളും ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയായി ചിത്രീകരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ച് 24 മണിക്കൂറിനുള്ളിൽ പ്രതിയെ വലയിലാക്കി മാസ് മറുപടിയാണ് ചെന്നിത്തല നൽകിയത്. ക്രമസമാധാന ചുമതലയുള്ള ADGP P. വിജയനെ ലക്ഷ്യമിട്ട് നീക്കങ്ങൾ നടത്തിയ എല്ലാവർക്കും ഈ അറസ്റ്റ് വലിയ പ്രഹരമായി. ഇന്റലിജൻസ് മേധാവി എന്ന നിലയിൽ ദീർഘകാല വിജയസമ്പത്തുള്ള വിജയന്റെ പ്രവർത്തന മികവിനെ ചോദ്യം ചെയ്യാനും ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഇയാളെ മാറ്റാനും ചില കേന്ദ്രങ്ങൾ സജീവമായി നീങ്ങിയിരുന്നു. എന്നാൽ DIG K. കാർത്തിക്കുമായി ചേർന്ന് പഴുതടച്ച വ്യൂഹം ചമച്ച് ആയങ്കിയുടെ ഒളിത്താവളം തകർത്തതോടെ ADGP P. വിജയന്റെ കഴിവിൽ സംശയം പ്രകടിപ്പിച്ചവർ മൂക്കിൽ വിരൽ വയ്ക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആയങ്കിയെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിനോട് ആഭ്യന്തരമന്ത്രി ചെന്നിത്തല കർശനമായി ആവശ്യപ്പെട്ടിരുന്നു. പോലീസിന്റെ സുഗമമായ പ്രവർത്തനത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് നൽകിയ ഈ അവസാന സമയപരിധി കൃത്യമായി പാലിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കഴിഞ്ഞത് ക്രമസമാധാന പാലകരുടെ വീര്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പോലീസിനെ കണ്ണുരുട്ടിയിരുന്ന ഒരു കുറ്റവാളിയെ കൃത്യമായ ഗ്രൗണ്ട് ഇന്റലിജൻസിലൂടെ വീഴ്ത്താൻ സ്ക്വാഡിന് സാധിച്ചു എന്നത് സേനയ്ക്ക് വലിയ നേട്ടമായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ പോലീസിനെയും ഭരണകൂടത്തെയും വെല്ലുവിളിച്ച് പോസ്റ്റുകൾ ഇടുന്നത് ആയങ്കിയുടെ പതിവായിരുന്നു.